വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണേ. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ പെണ്ണിനെ പോലെ ആകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാ. ആ പെണ്ണാരാണെന്നറിയുമോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല. പെങ്ങളെ, നിന്നെ പോലെ ഒരു സാധാരണ പെണ്ണ്, നിന്നെ പോലെ ഒരു സാധാരണ പിതാവിന്റെ മകളായ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമേ, നിങ്ങൾ വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ പെണ്ണിനെ നിങ്ങൾ കണ്ടുപഠിക്കടേ. ഏത് പെണ്ണാണെന്നറിയോ? ഏത് പെണ്ണാണെന്നറിയോ? ജീവിതത്തിൽ ഒരേ ഒരു വഅദേ കേട്ടിട്ടുള്ള ഉമ്മ, ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണം കേട്ട പെണ്ണാട്. ആ പ്രഭാഷണം ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് തറയ്ക്കുകയാണ്. ആ പ്രഭാഷണം മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാക്കുകയാണ്. ആ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ അവർക്ക് ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹ് ആരാണെന്ന് കേറുകയാണ്. ആരാണ് ആ പെണ്ണെന്നറിയോ? ആരുടെ വഅദാണ് കേട്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുന്നു, മൂസാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് നീ വഅദ് പറയണേ മൂസാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എവിടെ പോയിട്ട്? ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട്. മൂസാ നബിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാടോ? അവിടെന്ന് പടച്ചവനെ ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിനെയും ചോദിക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും കൂടെ പോവുകയാണ്. രണ്ട് സഹോദരങ്ങളും കൂടെ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ, മൂസാ നബി തന്റെ കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുക്കുകയാ. പ്രകാശിക്കുന്ന വിരൽ കാണിച്ചു കൊടുത്തു. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫിർഔനിനോട്, നീ അല്ലാഹുവിന്റെ അടിമയാണ്. പടച്ചറപ്പേ, നമ്മുടെ റബ്ബാണ് അല്ലാഹ്. ആ റബ്ബിന്റെ പ്രവാചകനാണ് ഞാൻ. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുമ്പോ ഫിർഔന് കളിയാക്കുകയാ. ഫിർഔന് പരിഹസിക്കുകയാ.